ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? ഒരു കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 വലിയ സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു 2 വലിയ സവാളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയുണ്ടല്ലോ, നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യും കൂടി ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയുണ്ടല്ലോ, ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടുന്ന സമയത്ത് 20 ചെറിയുള്ളി കേട്ടോ, അതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 4 പച്ചമുളക്, ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്നൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പം ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട തക്കാളി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 തക്കാളിയാണ് ഈ ഒരു 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കുത്തരിച്ചോറ് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൈസ് ബോക്സിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതൊന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വേണ്ടവരതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാഷ്യൂസ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. 8 കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂണോളം വെള്ള കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ള കസ്കസും കാഷ്യൂസും കൂടി
കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്ത പീസുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിലെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. കണ്ടില്ലേ, 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ അരി മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ചിക്കൻ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഉണ്ടല്ലോ മീഡിയം ഫ്ലെയിമിലിട്ട് കവർ ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ അല്ല വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയും വേണം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പട്ട, 2 കഷ്ണം ബേ ലീഫ്, പിന്നെ 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു തക്കോലം, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 4 കപ്പ് മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 8 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 3-4 തവണ വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 8 ഗ്ലാസ് വെള്ളം, അതായത് തേങ്ങാപ്പാൽ 8 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 8 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലോ, കസുകസും കാഷ്യൂവും കൂടി അരച്ച ഒരു മിശ്രിതം, അത് ഈ ഒരു തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ഹാഫ് പോർഷൻ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മട്ട റൈസ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്യാം. ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് വെന്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആ ഒരു കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല, ഇറച്ചിച്ചോറിന് വേണ്ട ചിക്കൻ മസാല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 4 വിസിലായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുമ്പോൾ വേണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത ശേഷം
നമുക്കിത് ചിക്കൻ മസാലയിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇറച്ചിച്ചോറിന് സൈഡായിട്ട് ഞാൻ തക്കാളിയും സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ ഇറച്ചിച്ചോറിൻ്റെ കൂടെ പുളിങ്കറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പുളിങ്കറി ഇതുണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ പുളിങ്കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇറച്ചിച്ചോറിൻ്റെ കൂടെ പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. പുളിങ്കറി ആണെങ്കിൽ ഒരു ദിവസം വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ പുളിങ്കറി ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. പുളിങ്കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. ഈ മട്ട റൈസ് ഉണ്ടല്ലോ, തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ചിക്കനിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഒരു 15 മിനിറ്റോളം കവർ ചെയ്ത് വെച്ച ശേഷം വേണം ഇതൊന്ന് സെർവ് ചെയ്യാനായിട്ട്. ഇനി അതല്ല, റൈസ് കുക്കാവാനുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.